ചോദ്യം: ലോകത്ത് ആദ്യമായി ഇസ്തിഗാസയെ വിമർശിച്ച് രംഗത്ത് വന്നത് ആര്? ഉത്തരം: ഇബ്നു തൈമിയ. ചോദ്യം: ഇബ്നു തൈമിയയുടെ ജനനം. ഉത്തരം: ഹിജ്റ 661. ചോദ്യം: ഇബ്നു തൈമിയയാണ് ആദ്യമായി തവസ്സുൽ ഇസ്തിഗാസയെ എതിർത്തത് എന്ന് ആരുടെ ഏത് ഗ്രന്ഥത്തിലാണ് ഉള്ളത്? ഉത്തരം: ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഫാഉസ് സഖാം. ചോദ്യം: ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് കഠിനമായ ജലക്ഷാമം അനുഭവപ്പെട്ടപ്പോൾ ഒരു സ്വഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് സമീപം വന്ന് സഹായം തേടി. ആ സ്വഹാബിയുടെ പേര്? ഉത്തരം: ബിലാൽ ബിൻ ഹാരിസ് റളിയല്ലാഹു അൻ. ചോദ്യം: മൂസാ നബി അലൈഹിസ്സലാം വടികൊണ്ട് പാറയുടെ മുകളിലടിച്ചപ്പോൾ എത്ര നദികളായി ഒഴുകി? ഉത്തരം: 12 നദികൾ. ചോദ്യം: ഗുഹാവാസികളുടെ കഥ പറയുന്ന സൂറത്തേത്? ഉത്തരം: സൂറത്തുൽ കഹ്ഫ്. ചോദ്യം: ഏത് രാജാവിൻ്റെ ഭരണകൂടത്തിൻ്റെ കീഴിലായിരുന്നു അവർ? ഉത്തരം: ദഖിയാനൂസ്. ചോദ്യം: എത്ര വർഷം ഗുഹാവാസികൾ ഗുഹയിൽ കഴിഞ്ഞുകൂടി? ഉത്തരം: 309 വർഷം. ചോദ്യം: ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവിയെ വിവാഹം കഴിക്കുമ്പോൾ മഹറായി നൽകിയതെന്ത്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത്. ചോദ്യം: ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് പിഴവ് സംഭവിച്ചപ്പോൾ ആരെ തവസ്സുൽ ചെയ്തായിരുന്നു പ്രാർത്ഥിച്ചത്? ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ചോദ്യം: പ്രവാചകനായ മകൻ്റെ കുപ്പായം കാഴ്ച നഷ്ടപ്പെട്ട പിതാവിൻ്റെ മുഖത്തിട്ടപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടി. ആരുടെ കുപ്പായമായിരുന്നു? ആരുടെ കാഴ്ചയാണ് തിരിച്ചു കിട്ടിയത്? ഉത്തരം: യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ കുപ്പായം. യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ കാഴ്ച. ചോദ്യം: ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മറഞ്ഞ കാര്യം അറിയിച്ചു കൊടുത്തതിനെക്കുറിച്ച് പരാമർശിക്കുന്ന ആയത്ത് ഏത്? ഉത്തരം: സൂറത്തുൽ അൻആം 75. ചോദ്യം: മൂസാ നബി അലൈഹിസ്സലാം ഖിളിർ നബി അലൈഹിസ്സലാമിൻ്റെ സഞ്ചാരം പരാമർശിക്കുന്ന സൂറത്ത് ഏത്? ഉത്തരം: സൂറത്തുൽ കഹ്ഫ്. ചോദ്യം: കപ്പൽ അക്രമമായി പിടിച്ചെടുക്കാൻ വരുന്നുണ്ടെന്ന് ഖിളിർ നബി അലൈഹിസ്സലാം പറഞ്ഞ ആയത്ത് ഏത്? ഉത്തരം: സൂറത്തുൽ കഹ്ഫ് 79. ചോദ്യം: ഒരു കുട്ടിയെ ഖിളിർ നബി അലൈഹിസ്സലാം വധിച്ചതിൻ്റെ കാരണം വ്യക്തമാക്കുന്ന ആയത്ത് ഏത്? ഉത്തരം: സൂറത്തുൽ കഹ്ഫ് 80. ചോദ്യം: ഖിളിർ നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനെ സൽക്കരിക്കാത്ത നാട്ടുകാർ ആര്? ഉത്തരം: അന്താക്കിയക്കാർ. ചോദ്യം: മതിലിൻ്റെ അടിഭാഗത്ത് 2 അനാഥ കുട്ടികൾക്കുള്ള നിക്ഷേപം ഉണ്ടെന്ന് മറഞ്ഞ രീതിയിൽ ഖിളിർ നബി അലൈഹിസ്സലാം പറഞ്ഞ ആയത്ത് ഏത്? ഉത്തരം: സൂറത്തുൽ കഹ്ഫ് 82. ചോദ്യം: ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഞൊടിയിടയിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് മുമ്പിലെത്തിച്ച വലിയ് ആര്? ഉത്തരം: ആസിഫ് ബിൻ ബർഖിയ റളിയല്ലാഹു അൻ. ചോദ്യം: ഇസ്രാഇൻ്റെ വിവരം ഖുറൈശികൾ ചോദിച്ചപ്പോൾ ബൈത്തുൽ മുഖദ്ദസിലെ ജനലുകളും വാതിലുകളും എത്രയെന്ന് വിദൂരത്ത് നിന്ന് നോക്കി പറഞ്ഞു കൊടുത്ത സംഭവം വിവരിക്കുന്നത് എവിടെ? ഉത്തരം: ബുഖാരി മുസ്ലിം കിതാബുൽ ഫിതൻ. ചോദ്യം: സുലൈമാൻ നബി അലൈഹിസ്സലാമും പ്രജകളും ഒരു വഴിക്ക് നടന്നു പോകുമ്പോൾ ഉറുമ്പിൻ്റെ സംസാരം കേട്ടു. അത് വിവരിക്കുന്ന ആയത്ത് ഏത്? ഉത്തരം: സൂറത്തുൻ നംൽ 18 മുതൽ 19 വരെ. ചോദ്യം: ഉറുമ്പ് പറഞ്ഞ കാര്യം എന്ത്? ഉത്തരം: സുലൈമാൻ നബി അലൈഹിസ്സലാമും അനുയായികളും ചവിട്ടിപ്പോകാൻ ഇടയുണ്ട്. അതിനാൽ എല്ലാ ഉറുമ്പുകളും താമസ സ്ഥലത്ത് തിരിച്ചു പോകണം. ചോദ്യം: ഷഫാഅത്ത് എന്നാൽ എന്ത്? ഉത്തരം: ബുദ്ധിമുട്ട് അകറ്റാൻ വേണ്ടിയോ ഉപകാരം ലഭിക്കാൻ വേണ്ടിയോ ഉള്ള അപേക്ഷയോ മദ്യം ആക്കുക. അതായത് ഒരാൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ മറ്റൊരാളോട് ആവശ്യപ്പെടുക എന്നതാണ് ഷഫാഅത്ത്. ചോദ്യം: ഇതിന് തെളിവെന്താണ്? ഉത്തരം: എൻ്റെ ദുആയെ എൻ്റെ ഉമ്മത്തിന് ഷഫാഅത്തിന് വേണ്ടി ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. ചോദ്യം: പണ്ഡിതർ ഷഫാഅത്തിനെ കുറിച്ച് പറഞ്ഞത് എന്ത്? ഉത്തരം: പ്രവാചകന്മാർക്കും സജ്ജനങ്ങൾക്കും ഷഫാഅത്ത് സ്ഥിരപ്പെട്ടതാണ്.